ഇപ്പോൾ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഫണ്ട് നിക്ഷേപിച്ചു, ട്രസ്റ്റി ആയിട്ട് ഇപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അച്ഛനമ്മ അവർ രണ്ടുപേരും അവരുടെ ഫണ്ട് ഈ ട്രസ്റ്റിൽ നിക്ഷേപിച്ചു. അവർ വിശ്വാസത്തോടെ ഈ കുട്ടിയുടെ ഈ സ്പെഷ്യൽ ചൈൽഡിൻ്റെ സിബ്ലിങ്സിനെ ട്രസ്റ്റിയാക്കി മാറ്റി. എന്നാൽ ഇവരുടെ കാലശേഷം ഈ ട്രസ്റ്റി എന്ന് പറയുന്നത് ഈ സിബ്ലിങ് തന്നെയാണല്ലോ. അപ്പോൾ ഈ സിബ്ലിങ് കൃത്യമായിട്ട് അവിടെ നോക്കുമെന്ന്, അല്ലെങ്കിൽ ആ ഫണ്ട് മിസ്യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ എക്സ്പെൻസിന് വേണ്ടതെല്ലാം ചിലവാക്കുമോ എന്ന് എങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തും? ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എപ്പോഴും ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പം നമ്മൾ ഒരു കമ്പനി തുടങ്ങുന്നു, ഡയറക്ടേഴ്സ് കമ്പനി നടത്തുന്നു അല്ലേ, ഇവർ മര്യാദയ്ക്ക് കമ്പനി നടത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല, കാശ് കൊടുത്തില്ല അല്ലേ. അതിനാണ് നമ്മുടെ കമ്പനിയിലൊക്കെ ഓഡിറ്റ് മെക്കാനിസം. ഈ ഓഡിറ്റർ ഈ പ്രോപ്പർലി ഈ എമൗണ്ട് ഒക്കെ പ്രോപ്പറായിട്ടാണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെരിഫൈ ചെയ്യാനുള്ള മെക്കാനിസമാണ് ഓഡിറ്റ് മെക്കാനിസം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ യു ക്യാൻ അപ്പോയിൻറ്റ് എ ഓഡിറ്റ് ഫേം ടു ഡു ദ ഓഡിറ്റ് ഫോർ ദ ട്രസ്റ്റ്. അതായത് ട്രസ്റ്റ് ഡീഡിൻ്റെ ഒബ്ജക്റ്റീവ് പ്രകാരമാണോ ഈ ട്രസ്റ്റിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം. ഒന്ന് ഫിനാൻഷ്യൽ ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം, വേറൊന്നൊരു സർവീസ് ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം. സർവീസ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള സർവീസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർവീസൊക്കെ പ്രോപ്പറായിട്ട് ഇതുപോലത്തെ ഏജൻസികളെ പ്രോപ്പറായിട്ട് വന്ന് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സർവീസ് ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം. ഇത് രണ്ട് മാൻഡേറ്ററി ആക്കുന്ന സമയത്ത് ട്രസ്റ്റിൻ്റെ ചിലവിൽ നിന്ന് ഒരു എമൗണ്ട് ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓഡിറ്റ് മെക്കാനിസം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സിബ്ലിങ്സ് കുറച്ചും കൂടി വിജിലൻ്റ് ആവും. അതെ അല്ലേ, നമുക്കിത് ആരും നോക്കാനില്ല എന്ന് പറയുമ്പോഴാണല്ലോ അവരവരുടെ സൗകര്യത്തിന് ചെയ്യാം. ഇതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമായിട്ട് മാറി. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ട്രസ്റ്റി ഈ ട്രസ്റ്റ് ഡീഡ് പ്രകാരം പോയിട്ടില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കോർട്ടിൽ പോയിട്ട് കേസ് കൊടുക്കും. ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഓക്കെ, ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞു, ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അവർ നടത്തുന്നത്? ഇപ്പോൾ ഈ സർവീസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവർ വന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ട് ചികിത്സയും മറ്റും ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ഈ സർവീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ. അപ്പോൾ അത് ഇവർ വരുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ ഏത് സമയത്തും വന്ന് അത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ആവശ്യമെങ്കിൽ. ഇപ്പം പലപ്പോഴും എല്ലാവരുടെയും കൺസേൺ നമ്മളെടുത്തോളം ആവശ്യമില്ല. ഇപ്പം നമ്മൾ കാണുന്ന ഒരുവിധ എല്ലാ പാരൻസും എന്ന് പറയുന്നത് ഇപ്പം കുട്ടീനെ നോക്കാൻ അവരൊക്കെ ഉണ്ട്. ഇപ്പം അതിൻ്റെ സർവീസ് ഓഡിറ്റിൻ്റെ ആവശ്യമില്ല, ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ ആവശ്യമില്ല. ഇവരില്ലെങ്കിൽ ആരെങ്കിലും നോക്കാനൊരു മെക്കാനിസം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെ അല്ലേ, അപ്പോഴും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മൾ വേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.